കൊച്ചിയിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. വൈപ്പിൻ പള്ളത്താംകുളങ്ങരയിലെ ഓട്ടോ ഡ്രൈവർ ജയയ്ക്കാണ് മർദ്ദനമേറ്റത്. ഗുരുതര പരിക്കേറ്റ ജയ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. യാത്ര പോകാനായി ഓട്ടോയിൽ കയറിയ 3 യുവാക്കളാണ് ജയയെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ കുഴുപ്പള്ളി ബീച്ചിന് സമീപം വെച്ചാണ് ജയയ്ക്ക് ക്രൂരമർദ്ദനമേറ്റത്. സംഭവത്തെക്കുറിച്ച് ജയയുടെ സഹോദരി ജാക്കല പറയുന്നത് ഇങ്ങനെ: വൈകിട്ട് 6 മണിയോടെ പള്ളത്താംകുളങ്ങര ഓട്ടോ സ്റ്റാൻഡിൽ നിന്നാണ് യുവാവ് ജയയുടെ ഓട്ടോറിക്ഷയിൽ കയറിയത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. പിന്നീട് വഴിമധ്യേ 2 പേർ കൂടി ഓട്ടോയിൽ കയറി. മെഡിക്കൽ കോളേജിന് മുന്നിൽ ഏറെ നേരം കാത്തുനിന്ന ശേഷം വീണ്ടും ഓട്ടോയിൽ കയറിയ യുവാക്കൾ തിരികെ കുഴുപ്പള്ളിയിലെത്തിയ ശേഷം മൂവരും ചേർന്ന് ജയയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും സഹോദരി പറഞ്ഞു. ഇതിൽ കുടിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലുള്ള ഒരുത്തനും ഓടി വന്ന് വായ പൊത്തി പിടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള 2 പേരും ഒന്ന് കുനിച്ച് നിർത്തി നല്ല ഇടിച്ചിട്ടുണ്ട്. ശരീരത്ത് തൊടാൻ പോലും പറ്റണില്ല. ഇപ്പം നട്ടലിന് പൊട്ടലുണ്ട്, കൈ ഒടിഞ്ഞിട്ടുണ്ട്, ഈ പക്കവാരിയിൽ ഒടിഞ്ഞിട്ടുണ്ട്, പിന്നെ ഈ ലങ്സിൻ്റെ അവിടെ ഇപ്പോൾ ബ്ലഡ് ഇതായിട്ട് തുളച്ച് ഇങ്ങനെ ബ്ലഡ് പുറത്തേക്ക് തൊടാൻ പോലും പറ്റണില്ല ശരീരത്തിൽ. ഗുരുതരമായി പരിക്കേറ്റ അവശനിലയിൽ കണ്ടെത്തിയ ജയയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ 15 വർഷമായി പള്ളത്താംകുളങ്ങരയിൽ ഓട്ടോ ഡ്രൈവറാണ് ജയ. സംഭവത്തിൽ ഞാറക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മർദ്ദിച്ച യുവാക്കളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. കൈരളി ന്യൂസ്, കൊച്ചി.